ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ധാരണ. പോലീസും സിആർപിഎഫും സംയുക്തമായി സുരക്ഷ കൈകാര്യം ചെയ്യും. ഗവർണറുടെ വ്യക്തിഗത സുരക്ഷാ ചുമതല സിആർപിഎഫിനാണ്. രാജ്ഭവന്റെ പ്രവേശന കവാടത്തിൽ പോലീസ് സുരക്ഷയൊരുക്കും. ഗവർണറുടെ റൂട്ട് നിശ്ചയിക്കുന്നത് പോലീസായിരിക്കും. ഇന്ന് രാജ്ഭവനിൽ നടത്തിയ സുരക്ഷാ അവലോകന യോഗത്തിലാണ് ധാരണയായത്. ഹരിമോഹൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഹരി, ഗവർണറുടെ സുരക്ഷയ്ക്കായിട്ട് കേന്ദ്രസേന എത്തിയപ്പോഴും പോലീസും ഒരു ഭാഗത്ത് സുരക്ഷ തുടരുന്നത് നമ്മൾ കണ്ടതാണ്. ഈ കാര്യത്തിൽ വ്യക്തതയായോ ഇപ്പോൾ? ഫാരിഷ, ഇതിലൊരു ധാരണയായിട്ടുണ്ട്. അതായത് ഇനിയും ചില മീറ്റിംഗുകൾ നടക്കും. ആ യോഗങ്ങൾക്കൊക്കെ ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. നിലവിലൊരു ധാരണയാണ് ആയിട്ടുള്ളത്. ആ ധാരണ പ്രകാരം ഗവർണറുടെ വ്യക്തിഗത സുരക്ഷ എന്ന് പറയുന്നത് സിആർപിഎഫിനാണ് ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഗവർണർക്കും രാജ്ഭവനും ആണ് സിആർപിഎഫിന്റെ ചുമതല ഏൽപ്പിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സിആർപിഎഫിന് ചുമതല ഏൽപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഗവർണറുടെ വ്യക്തിഗത സുരക്ഷ, അതായത് ഗവർണർ ഇപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ഗവർണർക്കൊപ്പം സഞ്ചരിക്കേണ്ടത് സിആർപിഎഫ് ആണ്. ഗവർണർക്ക് മുൻപിലും പിന്നിലുമുള്ള വാഹനങ്ങൾ, അതായത് യാത്രയിൽ കോൺവോയ്, ഗവർണറുടെ കോൺവോയ്ക്ക് മുന്നിലും പിന്നിലുമുള്ള വാഹനങ്ങളിൽ ഉണ്ടാവുക സിആർപിഎഫുകാരാണ്. ഒപ്പം തന്നെ പോലീസിന്റെ പൈലറ്റ് വാഹനങ്ങൾ സാധാരണ നടപടിക്രമങ്ങൾ എന്നുള്ള നിലയ്ക്ക് തന്നെ നിലനിർത്തിയിട്ടുണ്ട്. മാത്രമല്ല ഗവർണറുടെ റൂട്ട് നിശ്ചയിക്കുന്നതും അല്ലെങ്കിൽ റൂട്ടിന്റെ കാര്യങ്ങളിൽ സുരക്ഷ ഒരുക്കേണ്ടതും ക്രമീകരണങ്ങൾ നടത്തേണ്ടതും പോലീസാണ്. ഒപ്പം തന്നെ രാജ്ഭവന്റെ പ്രവേശന കവാടത്തിലും പോലീസ് സുരക്ഷ ഒരുക്കും. പക്ഷെ രാജ്ഭവന്റെ ഉള്ളിലെ സുരക്ഷ സിആർപിഎഫ് ആണ് നിയന്ത്രിക്കുക. പ്രവേശന കവാടത്തിൽ മാത്രമാണ് പോലീസ് ഉണ്ടായിരിക്കുക. പോലീസും സിആർപിഎഫും ഇത്തരത്തിൽ സംയുക്തമായാണ് സുരക്ഷ കൈകാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അന്തിമ രൂപം, അതായത് ഇപ്പോൾ നിലവിലെ ധാരണ പ്രകാരം ഇങ്ങനെയാണ്. പക്ഷെ ഇതിനെക്കുറിച്ചുള്ള അന്തിമ രൂപമാവുക തുടർന്നുള്ള ചില യോഗങ്ങൾ ഉണ്ടാവും. ആ യോഗങ്ങൾക്ക് ശേഷമായിരിക്കും. ഇക്കാര്യമാണ് എന്തായാലും അവസാന ഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നതെന്ന് നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിയും സിആർപിഎഫിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെയും അറിയിക്കും. അതിനുശേഷമായിരിക്കും ഇതിൽ അന്തിമ ധാരണ വരിക. കാരണം ഇന്ന് സംസ്ഥാന പോലീസ് മേധാവി ഗവർണറുടെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഒരു ധാരണയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. പോലീസും സിആർപിഎഫും സംയുക്തമായിട്ട് ഈ സുരക്ഷ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ.